അസ്സലാമലൈക്കും. ഇന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊരു മോരുകറി തയ്യാറാക്കിയാലോ? മോരുകറി അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈയും. അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് നല്ല ഫ്രഷ് പച്ചമുളക് ഉണ്ടല്ലോ, അതൊരു 8 പച്ചമുളക് എടുക്കട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ വേപ്പിലയും ഫ്രഷ് എടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പുളിയില്ലാത്ത കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇത് വഴറ്റുമ്പോൾ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോഴാണ് അത് വിട്ടുപോയി, അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കട്ട പിടിക്കാതെ തന്നെ ഇളക്കി കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു അരമുറി തക്കാളി ഇട്ട് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ തിള പൊട്ടി വന്നാൽ വെള്ളം പോലെ ഇരിക്കും മോരുകറി. അപ്പോൾ മൺചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ തിള പൊട്ടി വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെയൊന്നും മോരുകറി ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് പറയണം. പുളിയില്ലാത്ത തൈര് വേണം. അപ്പോൾ നമുക്ക് പിറ്റന്നാൾക്കാണ് ഈ കറി ടേസ്റ്റ് ഇട്ടാ. ചാള പൊരിച്ചതും ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ഫ്രഷ് പച്ചമുളകും വേപ്പിലയും ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് മിക്സിയിലടിക്കണം. തൈര് നമ്മളെപ്പോഴും മിക്സിയിലടിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനിട്ടാ. എന്നിട്ട് ഇത് തവ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ചൂടാകുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തിള പൊട്ടിയാൽ പിന്നെ വെള്ളം പോലെ ഇരിക്കും. അതുപോലെ മോര് പിരിഞ്ഞ പോലെ ഇരിക്കും മോരുകറി. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ തീ ഓഫാക്കിയതിൻ്റെ ശേഷം തൈര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശേഷം നാളേക്കൊക്കെ നല്ല ടേസ്റ്റാട്ടോ ഈ മോരുകറി. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിന്ന് ചിക്കൻ പീസ് ചെറിയ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കണ കാരണം ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേപ്പില, അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, അതേപോലെ തന്നെ ചിക്കൻ മസാല ഒക്കെ കൂട്ടി കുഴച്ചിട്ട് അതും ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെപ്പറും ഒക്കെ കൂടെ ഇട്ടാ. അതിന് ശേഷം നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കണ കാരണമാണ് കേട്ടോ മുട്ട കൂട്ടിയത്. അല്ലെങ്കിൽ ലെഗ് പീസിലേക്കൊന്നും മുട്ടറ ആവശ്യമില്ല, അത് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ സെപ്പറേറ്റ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ പീസ് മാത്രമായിട്ട് കിട്ടും. മാളിലൊക്കെ ചോദിച്ചാൽ ഇതേപോലത്തെ പീസ് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മോരുകറി, ചിക്കൻ ഫ്രൈ, അതേപോലെ തന്നെ ചാള പൊരിച്ചതൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് തരണം കേട്ടോ.